ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഒന്ന് അരച്ച ദോശ കേട്ടാ. അപ്പം അതിനൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറാണ് കേട്ടാ. തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കണം. പിന്നെ മീനൊക്കെ നിർത്തിയിട്ടാ. അപ്പം അതിനുള്ള നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എവിടെയാണ് ഇപ്പം ഞാൻ ഈ ഫോൺ കൊണ്ടുവച്ചുള്ളതെന്നൊരു പിടുത്തല്ല കേട്ടോ. ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒന്നും കാണാതെ. അപ്പോൾ ഞാൻ സാധാരണ ഫോൺ വയ്ക്കുന്ന സ്ഥലത്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഓരോന്നും പാത്രങ്ങളും ഐറ്റവും ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ കുറച്ചങ്ങോട്ട് നീക്കി വെച്ച് എവിടെയാണ് പോയി വെച്ച് ഒന്നും കാണാനില്ലല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ തിരക്ക് പിടിച്ചൊരു പണിയാണല്ലോ. അപ്പോൾ ഈ അടുക്കളയിൽ തണ്ട് കഴിഞ്ഞിട്ട് വേണമെന്ന് വർക്ക് ഏരിയയിൽ നിൽക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇന്നലത്തെ പോലെ തന്നെ 1 മണി ആയാൽ പിന്നെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേന് ഇന്നിപ്പോൾ മറക്കേരിയയുടെ ക്ലീനിങ്ങും പിന്നെ എല്ലായിടത്തും മാറാലൊക്കെ തട്ടലും ഒക്കെ കഴിഞ്ഞ് എല്ലാ വിരികളും ഒക്കെ കഴുകി അങ്ങനത്തെയൊക്കെ പണിയായിരുന്നു കേട്ടോ. അല്ലാതെ ഇന്നലത്തെ ബാക്കിയുള്ള തറയുടെ അരഭാഗം കഴുകാൻ അങ്ങനെയുള്ളതിനൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. ഒന്ന് ക്ലീനിങ് ആയിരുന്നു. അപ്പം നമ്മൾ അടുക്കളയിൽ മുന്നേ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ, ആ സ്റ്റാൻഡ് ബർക്കരിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു മോള്. അപ്പോൾ ഈ ഇഡ്ഡലി ചെമ്പ്, നൂൽപ്പെട്ടിൻ്റെ അച്ചി അങ്ങനെയുള്ള നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ണാച്ചിക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ മോള് ഇങ്ങനെ ഒരു ഇത് ചെയ്തപ്പോൾ എനിക്കും അത് നല്ലൊരു കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാനാട്ടാ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ഇപ്പോൾ ഞാൻ പറയണില്ല. എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ കേട്ടോ. അത് ചെറിയൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ ഇപ്പോൾ നമ്മളെ വീഡിയോയ്ക്കൊന്നും ഇപ്പോൾ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നമ്മളൊരു സമാധാനത്തിൽ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതിലുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് ഒഴിവാക്കിയിട്ടാണ്. അങ്ങനെ എന്നിട്ട് അത് ഞാൻ കൊട്ടത്തളത്തിൽ കൊണ്ടിട്ടൊക്കെ ഒന്ന് സോപ്പിട്ടിട്ടൊക്കെ ഒന്ന് വരതി കഴുകി. പിന്നെ നമ്മളെ ഉള്ളിയും സവോള, വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഇതൊന്നൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി. അതിലത്തെ ഉള്ളി അടക്കം ഞാൻ കഴുകിയിട്ടാണ്. അതൊക്കെ ഞാൻ വെയിലത്ത് കൊണ്ടുവച്ച്. പിന്നെ ബക്കറ്റുകൾ പൊടി ഇട്ടേക്കുന്ന, ഗോതമ്പ് പൊടി ഇട്ടേക്കുന്ന ബക്കറ്റ്, അരിപ്പൊടി ഇട്ടേക്കുന്ന ബക്കറ്റ്, അങ്ങനത്തെ ബക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി അതൊക്കെ കഴുകി കൊണ്ടുവച്ച്. അടുപ്പിൻ്റെ ചുവട്ടിൽ കുറച്ച് ചിരട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് അടുപ്പിൻ്റെ ചൂടുണ്ട് കഴുകി വർക്ക് ഏരിയ മൊത്തം കഴുകിയിട്ടാണ്. പിന്നെ വീതന പുകയുള്ള അടുപ്പാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ മാറാലടിച്ചിട്ട് വീതനയൊക്കെ കംപ്ലീറ്റ് സ്റ്റാൻഡൊക്കെ എടുത്ത് ഇപ്പോൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് സ്റ്റാൻഡ് കഴുകിയതിന് ശേഷം അതിലേക്കുള്ള എല്ലാ പാത്രങ്ങളും ഒക്കെ ഒതുക്കി നല്ല ക്ലീനായിട്ടാണ്. എൻ്റെ ക്ലീനൊക്കെ ഉണ്ട് പോയിട്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇനിയിപ്പോൾ നാളെ അപ്പോൾ മറ്റന്നാൾ പിന്നെ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ മറ്റന്നാൾ ഗുരുവായൂർ കൊണ്ടിട്ടാ. അപ്പോൾ മറ്റന്നാൾ നാളെ മീനൊക്കെ ഒന്നും ഇപ്പം ഇന്നലെ തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ എന്നാലും ശരിക്കും കറക്റ്റായിട്ടുള്ള നോലമ്പ് തിങ്കളാഴ്ചയാണ്. അപ്പോൾ നാളെ ഇവിടെ അമ്പലത്തിൽ അയ്യപ്പൻ വിളക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അയ്യപ്പൻ വിളക്കിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തോളിട്ടാ. അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടാ രാവിലത്തെ കണ്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ചീര കൊടുന്നതാട്ടോ ഈ ഒരു പയർ. അപ്പോൾ നല്ല പൊട്ടണ പയറാട്ടാ, ചള്ള് പയർ. അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ കായം കുലുക്കിയിട്ട് ഇട്ട് നോക്കുമ്പോൾ തീരെ വരുന്നില്ല കേട്ടോ അതിന്. അപ്പോൾ ആ ഒന്നുകൂടി കത്തിര മോനായിട്ടൊക്കെ ഒന്ന് വലുതാക്കി കൊടുത്തിട്ട് കായപ്പൊടിയൊക്കെ ഇട്ടിട്ടാ, കുറച്ച് സാമ്പാർ പൊടി ഇട്ട്. അപ്പോൾ കുക്കറൊന്നും എടുത്തേക്കണ്ടല്ലോ, കുക്കറൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് അതൊക്കെ കണ്ട് കഴുകി വെച്ചിട്ടാ. ഇട്ട് കടുകും ഉലുവയും ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ സാമ്പാറുമായി. പിന്നെ ഞാൻ പയറൊക്കെ അരിഞ്ഞ് അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ മുൻവശത്ത് പോയിരുന്നിട്ട് പയറൊക്കെ അരിഞ്ഞിട്ടാണ്. അപ്പോൾ ആ പയർ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നാണ്ട് വേവിച്ചു. അപ്പോൾ പിന്നെ വറവിട്ടാൽ മതിയല്ലോ. അപ്പോൾ ചോറൊക്കെ ആയപ്പോൾ ഞാൻ ദോശയൊക്കെ ഒന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവർക്കും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് തിരക്കിലാട്ടാ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടാ.